ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളൊരു കാർ ട്രിക്കാണ് കാണിക്കാൻ പോകുന്നത്. അതിനോട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നമ്മുടെ ക്യാമറമാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മാജിക്കിലേക്ക് പോകാം. ആദ്യം ഫസ്റ്റ് ഞാൻ ഈ കാർഡ് നന്നായി ഷഫിൾ ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ നന്നായി ഷഫിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു ഓക്കെ, ആ കാർഡ് എടുത്തുവല്ലോ അല്ലേ. ഇനി അത് ക്യാമറ കാണിച്ചല്ലോ. ഇപ്പം ഏതാ കാർഡ് ഒന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ കാർഡ് നന്നായി മനസ്സിൽ വിചാരിച്ചല്ലോ. ഓക്കെ, ഇനി ആ കാർഡ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചു. ഓക്കെ, അതിൻ്റെ ഇടയിലേക്ക് കൃത്യമായിട്ട് വെച്ചു. അതിനുശേഷം ഞാൻ ഒരു മാച്ച് കാണിക്കാൻ പോകും. ഇതിപ്പോൾ ഏതാ കാർഡ് എന്താണെന്ന് ഒന്നും കൃത്യമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഇപ്പം ഞാൻ ഒരു നന്നായി ഷഫിൾ ചെയ്ത ശേഷം അതിൻ്റെ ഇടയിൽ നിന്നാണ് ഒരു കാർഡ് എടുത്തത്. ആ കാർഡ് എടുത്തു. അതിപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ കൃത്യം വെച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ, ഞാൻ ഈ കാർഡ് ഇങ്ങനെ ഇതാകുമ്പോൾ ഏതാണ് സെലക്ട് ചെയ്തത് ആ കാർഡ് കൃത്യമായിട്ട് തന്നെ തിരികെ വരും. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം. മറ്റ് കാർഡുകളൊക്കെ കൃത്യമായിട്ട് കമിഴ്ന്ന് കിടക്കുന്നത്. ഈ കാർഡ് മാത്രം സെലക്ട് ചെയ്ത ഈ കാർഡാണ് സെലക്ട് ചെയ്തത്. ഈ കാർഡ് മാത്രം മണ്ണെന്ന് കിടക്കുമ്പോൾ ബാക്കി എല്ലാ കാർഡും കമിഴ്ന്ന് കിടക്കും. ഇതാണ് ഇന്നത്തെ മാച്ച്. നിങ്ങൾക്ക് ഈ മാച്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും മാച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യും. ഇനി നമുക്ക് ഈ മാജിക്കിൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയാം. ഈ താല്പര്യമുള്ളവർക്ക് ഇനി തുടർന്ന് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും കൂടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ട്രിക്കിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രിക്ക് എന്താ നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ കാർഡ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് മാച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇവിടെയും ഫുള്ള് ഇങ്ങനെ കാണും. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു കാർഡ് ഇങ്ങനെ കണക്ട് വരും. എല്ലാ കാർഡുകളും ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ മാച്ച് തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ഒരു കാർഡ് ഇങ്ങനെ കമ്മിറ്റി വെച്ചിട്ട് ഇങ്ങനെ പുറകോട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ഷഫിൾ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക് ഈ കാർഡ് അവിടെ തന്നെ ഇരിക്കുന്നതാണ്. അതൊരിക്കലും ഓഡിയൻസ് അറിയാൻ പാടില്ല. നമ്മളിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും. ഷഫിൾ ചെയ്തിട്ട് നമ്മൾ ഓഡിയൻസിൻ്റെ പറയും ഏത് കാർഡാണ് എടുക്കേണ്ടി വരും. അപ്പോൾ അവരിങ്ങനെ എടുക്കും. ഇപ്പോൾ ഈ കാർഡാണ് എടുത്തത്. ജസ്റ്റ് എക്സാമ്പിൾ ഈ കാർഡ് എടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവർ കാണാതെ പുറകോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ വെച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഇതിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് ആക്കി. ഓക്കെ, എന്നിട്ട് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ എടുത്തിട്ട് അവരെടുത്ത് ഇതിന് താഴെയുള്ള ഇത് മാത്രമേ കവഞ്ഞ് കിടക്കുന്നത്, ബാക്കിയൊക്കെ ഇതെങ്ങനെ കിടക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടുത്തെ ഇവിടെ ഇതിൻ്റെ ഇടയിൽ വെക്കണം. ഓരോരുത്തരുടെ ഇടയിൽ എവിടെയെങ്കിലും കൃത്യമായിട്ട് വരും. അപ്പോൾ വീണ്ടും വെക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും മാജിക് മന്ത്രം ചോദിച്ചിട്ട് അവർക്ക് ഞാൻ നോട്ടീസ് അങ്ങനെ അവർക്ക് നമ്മൾ ഇതിനെ വീണ്ടും പുറകെ നമ്മൾ വീണ്ടും ഇതിനെ ഇങ്ങനെ ആക്കിയ ശേഷം നമ്മളപ്പോൾ കാർഡുകളൊക്കെ ഇങ്ങനെ ഇരിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾ എടുത്ത കാർഡ് അത് മാത്രം മലർന്ന് കിടക്കുകയാണ്, മറ്റു കാർഡുകളൊക്കെ കമിഴ്ന്ന് കിടക്കുന്നത് നമ്മൾ ജസ്റ്റ് മന്ത്രത്തെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത കാർഡ് മാത്രം കൃത്യമായിട്ട് എന്താവും, മലർന്ന് കിടക്കും. മറ്റു കാർഡുകളൊക്കെ കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കും. അതായത് നമ്മൾ എടുക്കുന്ന കാർഡ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് മറ്റു കാർഡുകളുടെ മുകളിൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് എപ്പോഴും ഇങ്ങനെ, മറ്റു കാർഡുകളൊക്കെ സാധാരണ പോലെ. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിനെ ഇതിൻ്റെ ഇടയിൽ വെച്ച ശേഷമാണ് നമ്മളിത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താവും, ഓട്ടോമാറ്റിക് ആ കാർഡ് മാത്രം മലർന്നു കിടക്കും, ബാക്കി കാർഡുകളൊക്കെ കടന്നു കിടക്കും. ഇതാണ് ഈ മാജിക്കിൻ്റെ ട്രിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീട്ടിലുള്ളവരൊക്കെ പഠിക്കുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു മാജിക് ട്രിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ.